നമ്മൾ നമ്മുടെ ഈ പരിപാടിക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ സമഗ്ര കവറേജിന് നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നത് കാന്ത ഞാനും വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോടൊപ്പം കേരളം മൊത്തം വരികയാണ്. മൊത്തം വരികയാണ്. എല്ലാവരും ജനൻ ടി വിയോടൊപ്പം അണിചേരുക, ഈ പൂരം ആസ്വദിക്കാൻ. ഞങ്ങൾ ഇന്നലെ തന്നെ ഞങ്ങളുടെ കവറേജ് ആരംഭിച്ചതാണ്. എന്തായാലും അതിഥിയിലേക്ക് പോകുന്നു. യുവഗായകൻ അനൂപ് ശങ്കർ. അനൂപ്, സ്വാഗതം ചെയ്യുന്നു. നടക്കൂ. അപ്പൊ പൂരാശംസകൾ. അനൂപിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അനൂപ് നേരത്തെ ഇവിടെ വന്ന സമയത്ത് ഞാൻ അനൂപിനോട് പറഞ്ഞത്, അനൂപ് ഈസ് ഓൾവേസ് യങ്. പണ്ട് കാണുമ്പോഴും അനൂപിനെ ഇപ്പൊ കാണുമ്പോഴും അനൂപ് ചെറുപ്പക്കാരനായിട്ട് തുടരുകയാണ്. അതുപോലെ നല്ല നല്ല ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച, നമ്മളെപ്പോഴും നെഞ്ചിൽ ഏറ്റി നടക്കുന്ന ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട്, ആലപിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അനൂപിൻ്റെ ഈ തൃശ്ശൂർ പൂരത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അനൂപ്, എങ്ങനെയാ പൂരം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി? അല്ലേട്ടാ, പൂരത്തെക്കുറിച്ച് ആദ്യം ഓർമ്മ വരുന്നത് കുഞ്ഞുനാളുകളിൽ അച്ഛനമ്മമാരുടെ കൂടെ വന്ന് കണ്ട പൂരം ഓർമ്മകളാണ്. അന്നും തിരക്കുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഈ കാണുന്ന അത്ര വലിയ രീതിയിലുള്ള തിരക്ക് നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങളായി, പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള പൂരം വളരെ ജനകീയമായിരുന്നു. ബിക്കോസ് എന്ന് വെച്ചാൽ ആ ഒരു ഭീതിയിൽ നിന്ന് ജനങ്ങൾ പുറത്ത് വന്നതിന് ശേഷം പാർട്ടിസിപ്പേഷൻ കൂടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പൂരം എല്ലാ വർഷവും കാത്തിരിക്കുന്ന ഒരു അനുഭവമാണ്. അത് ഇറ്റ്സ് എൻ ഇമോഷൻ. ഒരു അനുഭവത്തെക്കാൾ ഉപരി തൃശ്ശൂർകാരൻ എന്ന നിലയിൽ ഒരു ഇമോഷനാണത്. അപ്പോൾ ഈ വർഷവും മഴയുടെ ലാഞ്ചന ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ മഴയുടെ കാര്യം കൂടൽ മാണിക്കത്തപ്പൻ നോക്കിക്കോളും എന്ന് പറഞ്ഞ പോലെ അവിടെ താമരമാലയുണ്ട് ഭഗവാന്റെ വകയായിട്ട്. അതുകൊണ്ട് മഴ പെയ്യാതെ തീർച്ചയായിട്ടും ഭംഗിയായിട്ട് പൂരം നടക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. ഈ ചടങ്ങുകളെല്ലാം ആസ്വദിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. യെസ്. കൊടിയേറ്റം തൊട്ടിങ്ങോട്ട്, കൊടിയേറ്റം തൊട്ട് വെടിക്കെട്ട് വരെ കൂടെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് മിഥുനെ, ഐശ്വര്യനാഥന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ വടക്കുനാഥന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ചന്ദ്രചൂട പാടാണ്. പ്രേക്ഷകർ മുഴുവൻ അദ്ദേഹത്തിന്റെ മുഖം സ്ക്രീനിൽ കണ്ടത് മുതൽ അപ്പൊ തന്നെ മനസ്സിൽ ആ പാട്ടുകൾ, ആ ഈരടികളെല്ലാം തന്നെ പാടുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ വടക്കുനാഥന്റെ മണ്ണിൽ, ഈ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്ത് വെച്ച് നമുക്ക് ആ പാട്ടിലൂടെ തന്നെ നമുക്കൊന്ന് തുടങ്ങിയാലോ ചേട്ടാ? തീർച്ചയായിട്ടും. അതായത് ഭഗവാനാണ്, അതായത് പൂരം നടത്തുന്നത് വടക്കുന്നാഥനാന്നുള്ള വിശ്വാസമുണ്ട്. ആതിഥേയനാണ്, വടക്കുന്നാഥന്റെ ഉത്സവമാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവിമാരെത്തുന്ന ഈ വേദിയിൽ തെക്കേ ഗോപുര നടയിൽ നമുക്കറിയാം ശിവരാത്രിക്കും പൂരത്തിനും മാത്രമാണ് തെക്കേ ഗോപുര നട തുറക്കാറ്. അപ്പോൾ ഭഗവാന് വേണ്ടി, എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി നല്ലൊരു പൂരം ആശംസിച്ചുകൊണ്ട് ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ ನಮೋ ನಮೋ. ಸುಂದರತರ ಪಿನಾಗಧರ ಹರ, ಸುಂದರತರ ಪಿನಾಗ ಧರ ಹರ, ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ, ಗಂಗಾಧರ ಗಜ ಚರ್ಮಾಂಬರಧರ. ಚಂದ್ರಚೂಡ ಶಿವಶಂಕರ ಪಾರ್ವತಿ ರಮಣ ನಿನಗೆ നമോ നമോ. ഒരു ഫീലാണ് എന്നും കേൾക്കുന്ന പാട്ട്. ഇന്നത്തെ ദിവസം വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തന്നെ നേരിട്ട് കേൾക്കാൻ പറ്റുമെന്ന് പറയുന്നത് വളരെ, ഞാൻ കോരിത്തരിച്ചാണ് നിൽക്കുന്ന അക്ഷരാർത്ഥത്തിൽ. ഞാൻ കഴിഞ്ഞ കുംഭമേളയിൽ പങ്കെടുത്ത ഫോട്ടോസ് എല്ലാം കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു കുംഭമേളയിൽ ആ വെള്ളത്തിലിറങ്ങി, സംഗമത്തിൽ ഇറങ്ങി നിന്ന് പാടിയതും ഇത് തന്നെയാണോ? അതായത് കുംഭമേളയിൽ നമ്മൾ ആക്ച്വലി അല്ലേട്ട അവിടെ യാത്ര ചെയ്ത് കുംഭമേളയിൽ ചെന്ന് അവിടെ ഷൂട്ട് ചെയ്തതും മഹാമൃത്യുഞ്ജയ സ്തോത്രമാണ്. അപ്പോൾ പക്ഷേ അത് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ആദ്യം ടീസർ റിലീസ് ചെയ്ത് ചന്ദ്രചൂഡ വെച്ചിട്ട് തന്നെയായിരുന്നു. ബിക്കോസ് ആ പാട്ട് കുറേ പേര് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഈ ഇദ്ദേഹം ചോദിച്ചതുകൊണ്ട് ഈ
കുംഭമേളയും പൂരവും തമ്മിലൊരു വലിയ സാമ്യം കണ്ടിട്ടുള്ളത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭമേള നമുക്കറിയാം ലോകത്ത് തന്നെ എല്ലാവർക്കും അതിശയമാകുന്ന ഒരു ഈവൻ്റ് ആണ്. ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ വന്ന് ഒരു പ്രശ്നവുമില്ലാതെ വന്നു പോകുന്ന ഒരു മേള. അപ്പോൾ അത് എനിക്ക് അർദ്ധകുംഭിന് പോകാൻ പറ്റിയിട്ടുണ്ട് 18-ൽ. ഇപ്പോൾ ഈ വർഷവും പോയിരുന്നു. ഞാൻ 2 ദിവസം ഉണ്ടായിരുന്നു ചേട്ടാ. അപ്പോൾ അവിടെ ഏറ്റവും തൃശ്ശൂർ പൂരത്തിലും വളരെ ഇമ്പോർട്ടൻറ്റ് ഈ 2 ഈവൻറ്റും നമ്മൾ ഏറ്റവും ഒരു സാദൃശ്യം തോന്നിയിട്ടുള്ളത് ലോകത്തെ ഏറ്റവും മനോഹരമായി നടത്തപ്പെടുന്ന അല്ലെങ്കിൽ ഈവൻറ്റ് മാനേജ് ചെയ്യപ്പെടുന്ന 2 സ്ഥലങ്ങളാണ് തൃശ്ശൂർ പൂരവും കുംഭമേള. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഉണ്ടെങ്കിലും ഇത്ര ആളുകൾ വന്നെങ്കിൽ അവരുടെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്, അവരുടെ ഒരു അച്ചടക്കമുണ്ട്. അതുകൂടാതെ ഇത്രയും പേര് ഏകദേശം ഇനി വരുന്ന 2 ദിവസങ്ങളിൽ ഏകദേശം 5 മുതൽ 6 ലക്ഷം വരെ ആളുകൾ വന്നു പോകുന്നതാണ് കണക്ക് തൃശ്ശൂർ. അപ്പോൾ അവർ നിയന്ത്രണം പാലിച്ചുകൊണ്ട് ഈ ഒരു വലിയ ഉത്സവത്തെ ഏറ്റവും മനോഹരമായ രീതിയിൽ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഇന്ന് വരെ പൂരത്തിൽ ഉന്തും തള്ളിലും വിട്ട് ഒരാൾ മരിച്ചു എന്ന് ഒരിക്കലും കേട്ടിട്ടില്ല. അത് ആ സെൽഫ് ഡിസിപ്ലിൻ ഒരു വലിയ കൈയടി കൊടുക്കേണ്ടതുണ്ട്. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം നോക്കി നടത്തുന്ന കയ്യിലല്ല. തീർച്ചയായിട്ടും അതിനെ കുറിച്ച് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അനൂപ് പൊതുവെ ഡിവോഷണൽ സോങ്സ് ആണ് താല്പര്യം. അതെ, തീർച്ചയായിട്ടും നമ്മുടെ അത് 2 കാര്യമുണ്ട്. ബേസിക്കലി ഒന്ന് നമ്മൾ വളർന്നു വന്ന ഒരു മ്യൂസിക്കൽ വേ, അപ്പോൾ അതൊരു കാര്യം. അത് മാത്രമല്ല നമ്മുടെ സംസ്കാരവുമായിട്ട് ഏറ്റവും കൂടുതൽ ഇഴചേർന്ന് കിടക്കുന്നത് ഭക്തിഗാനങ്ങളാണ്. ഡെഫിനറ്റ്ലി സിനിമാ പാട്ടുകൾ ഉണ്ടെങ്കിലും മറ്റ് നമ്മളിപ്പോൾ പാട്ടിലൂടെ വളരുമ്പോൾ മറ്റ് മറ്റ് ജോണേഴ്സിലുള്ള പാട്ടുകൾ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ബേസിക് നമ്മളിപ്പോൾ രാവിലെ എന്തൊക്കെ പറഞ്ഞാലും ഒരു മലയാളിക്ക് ഗംഗാതീർത്ഥവും പുഷ്പാഞ്ജലി ഇല്ലാതെ അവരുടെ ഒരു ശീലം അതങ്ങനെയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ വന്ന ഈ അവസരത്തിൽ ജയേട്ടനെ സ്മരിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ വിട്ടുപോയി പാവം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇൻസെപ്പറബിൾ ആണ്. അതുപോലെ വടക്കുന്നാഥനെ കുറിച്ച് പറയുമ്പോൾ വടക്കുന്നാഥ എന്ന പാട്ടില്ലാതെ ഒരു പൂരത്തിൻ്റെ ഓർമ്മയും കംപ്ലീറ്റ് ആവില്ല എന്നുള്ളത് വളരെ വലിയൊരു പരമാർത്ഥമാണ്. അപ്പോൾ ഭക്തിഗാനങ്ങൾ തീർച്ചയായിട്ടും ഈ മണ്ണിൽ നിൽക്കുമ്പോൾ, അതായത് ആ പാട്ടിൽ PC അരവിന്ദൻ മാഷ് എഴുതിയതുപോലെ എല്ലാം PC അരവിന്ദൻ എന്ന വലിയ മലയാളത്തിന്റെ ഭക്തമഹാകവികളിൽ ഒരാളാണ്. അത് അരവിന്ദൻ സാറ് മാഷ് എഴുതിയ പോലെ TS രാധാകൃഷ്ണൻ ചെയ്ത സംഗീതമാണ്. അപ്പോൾ ദാസേട്ടൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് വടക്കുന്നാഥനെ ഇതിനെക്കുറിച്ച് ഇതിനേക്കാളും വലിയൊരു പാട്ട് ഇനി വരാനില്ല. അതുപോലെ തന്നെ അതിന്റെ വരികൾ പരശുരാമനോടൊത്ത് രജതാദ്രി വിട്ടങ്ങ് പരിവാരങ്ങളോടിങ്ങ് പരിലസിപ്പൂ. പരശുരാമനോടൊത്ത് രജതാദ്രി വിട്ടങ്ങ് പരിവാരങ്ങളോടിങ്ങ് പരിലസിപ്പൂ. അഭംഗൂരം പൊഴിയും നിൻ പ്രഭയാൽ തൃശിവപൂരി അഭമമാകും തെക്കൻ കൈലമായി എങ്ങും ശുഭമെങ്ങും വിളങ്ങിടും ശൈലമായി. വടക്കും നാഥ സർവം നടത്തും നാഥ നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കും നീതാ. സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ സമസ്താപരാധവും ക്ഷമിക്ക ദേവാ. വടക്കും നാഥ സർവം നടത്തും നാഥ. അതിലാണ് ഇല്ലാതാവുക അല്ലേ? സർവം നടത്തും, സർവം അദ്ദേഹം തന്നെ നടത്തും, സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളന്ന് നിന്നു കൊടുത്താൽ മതി. അടുത്ത ഈ 2-3 ദിവസങ്ങളിലെ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലോകത്തിന്റെ കേന്ദ്രം വടക്കുന്നാഥ ക്ഷേത്രമാണ്. ഇന്നിപ്പോ ഈ നട തള്ളി തുറക്കുന്നതോടുകൂടി ഈ ലോകത്തിന്റെ കേന്ദ്രം അവിടെ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം തന്നെ ഇവിടെ നിന്ന് എല്ലാം നിയന്ത്രിച്ചുകൊള്ളൂ എന്നുള്ളതാണ്. ഈ തൃശ്ശൂരിൽ വന്നു കഴിഞ്ഞാല് ഗുരുവായൂരപ്പനെ കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റാറില്ല. പക്ഷെ വടക്കുന്നാഥനെ കാണാതെ ഒരിക്കലും മടങ്ങി പോവാറില്ല. അല്ല, അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു സവിധത്തിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ അല്ലേ, അത് ലൈഫ് ലോങ് നിൽക്കും എന്നുള്ളതാണ്.
എനിക്ക് മറ്റൊരു കാര്യം അല്ലേട്ടാ, എനിക്ക് തോന്നുന്നില്ല ലോകത്തൊരു ടൗണിലും ഒരു ജില്ലയിലും അതിൻ്റെ ഒത്ത നടുക്ക് ഏകദേശം ഒരു 8 ഏക്കറോളം വരുന്ന ഒരു സമാധി രൂപത്തിലുള്ള ഒരു അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ശബ്ദകോലാഹലങ്ങളും ഇല്ലാത്ത ഒരു ക്ഷേത്രം ലോകത്തെവിടെയും ഉള്ളതായിട്ട് അറിവില്ല. അത് അകത്ത് കയറുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തത, അല്ലെങ്കിൽ ആ ഒരു മെഡിറ്റേറ്റീവ് ഫീൽ, അത് വടക്കുന്നാഥനിൽ വന്നവർക്കറിയാം. അല്ല, സാധാരണ ഇത്തരം സ്ഥലങ്ങളിലേക്ക് കടന്നുകയറ്റം ഉണ്ടാവാറുണ്ട് അല്ലേ? അതും വടക്കുന്നാഥന്റെ ഒരു ശക്തി തന്നെയാണ്. കാരണം പലരും ശ്രമിച്ചു ഇടിച്ചു കയറാൻ വേണ്ടി, വടക്കുന്നാഥന്റെ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമമൊക്കെ നടന്നു. പക്ഷേ അതെല്ലാം ഇല്ലാതായി, തുടക്കത്തിൽ തന്നെ ഇല്ലാതായി എന്നുള്ളതാണ്. അനൂപ് പൊതുവെ എങ്ങനെ പുറത്താണോ ഷോസ് ഒക്കെ നടത്താറുള്ളത്? ചേട്ടാ, ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അങ്ങേക്കറിയാം, ഈ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു ദീപാവലി ഭയങ്കര വൈറലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കൂടുതൽ പാടുന്നത് ഷോസ് ഉള്ളത് നോർത്ത് ഇന്ത്യയിലാണ്. അതിനുശേഷം ഏറാരാധനായ ഗുജറാത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തിൽ പാടാൻ പറ്റി. ഈ കഴിഞ്ഞ വർഷം അദാനി സാറുടെ വീട്ടിലെ വിവാഹത്തിന് അവരുടെ വീട്ടിൽ പാടാൻ പറ്റിയത്. അത് ഇത്രയും വലിയ ഒരു വ്യക്തിയുടെ വീട്ടിൽ പാടിയെന്നതിലും ഉപരി അവർ നമ്മുടെ സംഗീതത്തിലൂടെ നൽകുന്ന ഒരു റെസ്പെക്റ്റ് ആണ് ഏറ്റവും തീർച്ചയായും വളരെ വലിയൊരു കാര്യം. അതും വടക്കുന്നാഥൻ്റെ അനുഗ്രഹം എന്ന്. അല്ല, ഞാൻ പറയുന്നത് ഒരുപക്ഷെ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റീസുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ, ഒരു മലയാളി, എനിക്ക് തോന്നുന്നു അനൂപ് ശങ്കറാണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ എല്ലാവരും മുമ്പിൽ പാടാൻ പറ്റി എന്നുള്ളത് വളരെ വലിയൊരു അനുഗ്രഹം. പക്ഷെ അതിൻ്റെ യാതൊരു അഹങ്കാരവും ഇല്ല. ഇപ്പം കഴിഞ്ഞ ദിവസവും ഞാൻ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനോട് ഞാനിങ്ങനെ പറഞ്ഞു, നാളെ അനൂപാണ് ഞങ്ങളുടെ അതിഥി എന്ന് പറഞ്ഞു. ഈസ് വെരി സിമ്പിൾ ആൻഡ് ഡൗൺ ടു എർത്ത് എന്നുള്ളതാണ്. അത് എപ്പോഴും ഞാൻ അതിൽ വിശ്വസിക്കുന്നൊരു വലിയൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, SPB എന്ന മഹാഗായകൻ്റെ ഒപ്പം ഒരു 5-6 വേദി പാടാൻ പറ്റിയിട്ടുണ്ട് ചേട്ടാ. അപ്പം അദ്ദേഹവുമായി വേദി പങ്കിട്ട ഒരാൾക്കും യു ക്യാൻ നെവർ ഈവൻ തിങ്ക് ടു ബി അറഗൻറ്റ്. അപ്പോൾ ഇഫ് അറ്റ് ഓൾ എന്തെങ്കിലും ഗുണങ്ങൾ എന്നിലുണ്ടെങ്കിൽ ഞാനത് അട്രിബ്യൂട്ട് ചെയ്യുന്നത് ബാലു സാറിനാണ്. ബിക്കോസ് അത്രയും വലിയൊരു മനുഷ്യനാണ്. ആൻഡ് ഹി ഹസ് ടീച്ച്ഡ് യു, ഹി ഹസ് ടോട്ട് യു ഹൗ ഹംബിൾ യു ഷുഡ് ബി. അല്ല, SPBയും ഇളയരാജയും അല്ലേ? യെസ്, രണ്ടും അതല്ലേ, രണ്ടുപേരും അല്ലേ ഏറ്റവും ഫേവറേറ്റ്? കോമ്പിനേഷനാണ് ഏറ്റവും ഫേവറേറ്റ്. പക്ഷേ ഒരു മ്യൂസീഷ്യൻ എന്ന നിലയിൽ, ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ ഏറ്റവും ആരാധിക്കുന്നത് ബാലു സാറിനെയാണ്. ഇളയരാജ സാറിന്റെ 100 പാട്ടുകൾ അല്ലേ? അതെ, പാടിയ എത്ര 5 വർഷമായിരുന്നു? 2019 അതായത് നമ്മൾ കോഴിക്കോട് ഒരു മ്യൂസിക്കൽ ഗ്യാതറിംഗ് എല്ലാ വർഷവും നടത്താറുണ്ട്. അപ്പം അതിൻ്റെ 10ാം വർഷത്തിന് അതിനോടനുബന്ധിച്ച് രാജാ സാറിൻ്റെ പാട്ടുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 10 മണിക്കൂർ ഒരു ഈവൻറ്റ് ചെയ്തു. 104 പാട്ടുകളാണ് പാടിയത്. ഒബ്വിയസ്ലി അദ്ദേഹം ജീവിതത്തിലെ വലിയൊരു ഇൻസ്പിറേഷനാണ്. അത് നടത്താൻ പറ്റിയെന്നുള്ളത് വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു അത് ഒരു കമ്പോസറുടെ മാത്രം പാട്ടുകൾ വെച്ച് നടത്തപ്പെട്ട ഏറ്റവും ദൈർഘ്യമേറിയ പ്രോഗ്രാം. എത്ര ഒരു ഫുൾ ഡേ 24 hours 10 hours 10 മണിക്കൂർ 104 പാട്ടുകൾ അങ്ങനെയാണ് ചെയ്തത്. SPB സാറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? അനൂപ് SPB സാറ് പാടിയ നല്ല നല്ല പാട്ടുകൾ അനൂപിൻ്റെ ശബ്ദത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. സന്തോഷം. എനിക്ക് തോന്നുന്നു ഇത് ഇളയനിലയുണ്ട്, ഒരുപാട് പാട്ടുകളുണ്ട്. അതാണ് ഏറ്റവും ഫേവറേറ്റ് ഒന്നാണ്. ബിക്കോസ് അതിൻ്റെ ഒരു ഇമോഷൻ എന്നുള്ളത് അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ബിക്കോസ് അത് വൈരമുത്തു എന്ന കവിയെക്കുറിച്ച് പറയണം, രാജസാറിനെ പറയണം, ആൻഡ് ഓഫ് കോഴ്സ് SPB സാറെ പറയണം. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത, അത് തമിഴിൽ മാത്രമല്ല, നമ്മൾ പുറത്തെവിടെ പോയി പാടിയാലും ആ പാട്ടിനുള്ള റീച്ച് എന്ന് പറയുന്നത് അത്രയും വളരെ വലുതാണ്. അത് ജനങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സന്തോഷം, അതാണ് ഏറ്റവും വലിയ കാര്യമുള്ളത്. ഇളയ നില പൊഴികിറതേ ഇതയം വரை നനകിറതേ ഉലാ പോകും മേഘം കനാ കാണുമേ വിഴാ കാണുതേ വാനമേ ഇളയ നില പൊഴികിറതേ. അല്ലേട്ടാ, ഈ ഒരു 2 മിനിറ്റ് കൂടി സമയം എടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വടക്കുന്നാഥൻ്റെ നടയിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബാലു സാറിൻ്റെ ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ വലിയൊരു കാര്യമുണ്ട്. അതായത്, ഞാൻ എങ്ങനെ ഈ മേഖലയിൽ എത്തിപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇനിയും അറിയില്ല. അത് തീർച്ചയായിട്ടും MGR എന്ന വലിയ വ്യക്തിയുടെ ഒരു അനുഗ്രഹമുണ്ട്. എനിക്ക് വേണ്ടി അത്രയും സപ്പോർട്ട് ചെയ്ത് ഒരു ഗായകനാക്കിയത് അദ്ദേഹമാണ്. അത് കൂടാതെ
എനിക്ക് ചെയ്യാൻ പറ്റും എന്നെനിക്ക് ഒരിക്കലും വിശ്വാസമില്ലാത്തൊരു കാര്യം, അത് ദൈവത്തിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്നത് KV മഹാദേവൻ സാറിനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്നു പുകഴേന്തി ആ സമയത്ത്. അപ്പോൾ പുകഴേന്തി എന്ന സംഗീത സംവിധായകൻ്റെ ഒരൊറ്റ വിശ്വാസത്തിലാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച പാട്ട് വന്നു എന്ന് അദ്ദേഹം പറയുന്നത്. ശങ്കരാ നാദ ശരീരാപരാ വേദവിഹാരഹരാ ജീവേശ്വരാ ശങ്കരാ നാദ ശരീരാപരാ വേദവിഹാരഹരാ ജീവേശ്വരാ. ഈ സാധന തുടങ്ങിയത് എപ്പോഴാ? കുട്ടിക്കാലം? ചേട്ടാ, ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയത് 7 വയസ്സിലാണ്. 7 വയസ്സിൽ. 10 വയസ്സിൽ ഗുരു ആരായിരുന്നു? ആദ്യ ഗുരു ചാലപ്പുറം ബാപ്പ എന്ന ഗുരുനാഥനായിരുന്നു. അതിനുശേഷം ഞാൻ നെയ്വേലി സന്താനഗോപാലൻ, ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ താഴെ പഠിച്ചു. ഇപ്പോൾ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്ത് പഠിക്കുകയാണ്. സ്റ്റിൽ ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ്സ്. നമ്മളത് പഠിച്ചുകൊണ്ടേയിരിക്കും. ആൻഡ് യു വുഡ് കീപ്പ് ഓൺ ലേണിംഗ്. നന്നായി പോകും. അല്ല, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥും അല്ലേ എത്ര നല്ല ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഇസ് ഹൗ ജീനിയസ് എ മ്യൂസീഷ്യൻ ഷുഡ് ബി. നമുക്കൊരു രാഗം മാഷ് പറഞ്ഞു തരുമ്പോൾ ആ രാഗത്തിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു തന്നിട്ട് എപ്പോഴും ചില ടീച്ചേഴ്സ് അവർ പഠിപ്പിക്കുന്ന രീതിയാണ് ശരിയെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ രവീന്ദ്രനാഥ് മാഷിൻ്റെ ഏറ്റവും വലിയൊരു ഗ്രേറ്റ്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇവിടെയാണ്, സാർ തിരുവനന്തപുരത്താണ്. അപ്പോൾ സാറ് റെക്കോർഡ് ചെയ്ത് ക്ലാസ്സസ് അയച്ചു തരാറുണ്ട്. അപ്പോൾ കേട്ട് പഠിച്ചിട്ട് ഇതാണ് ആ രാഗത്തിൻ്റെ എൻ്റെ അനുഭവത്തിലുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനി എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. സോ ഹീസ് സംബഡി ഹൂ നമുക്ക് അതിനെ പല ഡയമെൻഷനിൽ എക്സ്പ്ലോർ ചെയ്യാൻ ഗൈഡൻസ് തരുന്നൊരു വലിയ ഗുരുനാഥനാണ്. ആൻഡ് പാട്ടിനെ ഏറ്റവും പാഷനേറ്റ് ഇപ്പോഴും സാറിൻ്റെ കുറേ പാട്ടുകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു വലിയ ഹനുമാൻ ചാലീസ അദ്ദേഹം കമ്പോസ് ചെയ്ത് ചെയ്യാൻ പറ്റി. ശിവതാണ്ഡവ സ്തോത്രം ചെയ്തു. ഇപ്പോൾ കാലഭൈരവാഷ്ടകം ചെയ്തു. ഇനിയും ഒരുപാട് വർക്കുകൾ അദ്ദേഹത്തിൻ്റെ പാടാൻ ഭാഗ്യം കിട്ടട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഹനുമാനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അത് ജയ ഹനുമാൻ ज्ञान गुण सागर जय कपीसति हुलोक उजागर रामदूत अतुलित बलधामा अंजनी पुत्र पवन सुत नामा महावीर विक्रम बजरंगी कुमति निवार सुमति के संगी. ഹനുമാൻ ചാലീസയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇതും പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാർ ചിട്ടപ്പെടുത്തിയ ഹനുമാൻ ചാലീസയാണ്. നമ്മുടെ ഈ ഇത്തരം പാട്ടുകൾ, ഇത്തരം ഭക്തിഗാനങ്ങൾ ഒക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു കുളിർമ തരുന്നതാണ് അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ സംഗീതം കുറേ അടിച്ചുപൊളി, റാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു തലത്തിലേക്ക് പോകുന്നു. ആ സംഗീതത്തിൻ്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെടുകയല്ലേ? അതെ, തീർച്ചയായിട്ടും. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അതർ സൈഡ് ഓഫ് മ്യൂസിക് വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ഓൾ ദ ആർട്ടിസ്റ്റ് പറയണം. അതായത് ഈ റാപ്പും അല്ലെങ്കിൽ ഇപ്പോൾ ബാലമുരളീകൃഷ്ണ സാറിനൊപ്പം ഒരിക്കലും ഒരു 3 ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഈസ് എ ജീനിയസ്, ലോകം കണ്ട ഏറ്റവും വലിയ ഗ്രേറ്റ് മ്യൂസീഷ്യൻസിൽ ഒരാളാണ്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഒരിക്കൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻസിൽ ചോദിച്ചപ്പോൾ ഇപ്പോൾ സാറിൻ്റെ മ്യൂസിക്കിനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ സാറോട് വളരെ സ്വാതന്ത്ര്യപൂർവ്വം എടുത്ത് ചോദിച്ച ചോദ്യം, സാർ നിങ്ങളുടെ സംഗീതത്തെ തന്നെ ഇത്രയും വലിയൊരു മ്യൂസീഷ്യനായിട്ട് അങ്ങേ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരുപാട് മ്യൂസീഷ്യൻസ് ഉണ്ട്, ഒരുപാട് മ്യൂസിക് ലവേഴ്സ് ഉണ്ട്, അപ്പോൾ അങ്ങ് അതിനെ എങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ നിന്നെ കേൾക്കാൻ വരുന്നവർ അത് പല തുറകളിലുള്ളവരായിരിക്കാം. നീ പാടുന്ന സംഗീതം അത് പല രീതിയിലുള്ളതായിരിക്കാം. കർണാടക സംഗീതമായിരിക്കാം, റാപ്പായിരിക്കാം, ഡിവോഷണൽ ആയിരിക്കാം, ഓർ എനി ഫോം ഓഫ് മ്യൂസിക്. അത് നിന്നെ കേൾക്കാൻ വരുന്ന ഒരു സംഗീതാസ്വാദകൻ മനസ്സ് നിറഞ്ഞ്
സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയാണെങ്കിൽ നീ വലിയൊരു സംഗീതജ്ഞനാണ്. പക്ഷെ ഈ പറഞ്ഞതിനോടൊപ്പം ഒരു അനക്ഡോട്ട് കൂടി അദ്ദേഹം കൂടി ചേർത്തിട്ടുണ്ട്. അതായത് നീ ഒരു കലാകാരൻ എന്ന നിലയിൽ സമൂഹത്തിന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എവിടെയും ഈ പറഞ്ഞു വരുന്നത് ഞാൻ അതർ സൈഡ് ഓഫ് മ്യൂസിക് വിച്ച് ഇസ് അഡിക്ഷൻ ടു ആൽക്കഹോൾ, ഡ്രഗ്സ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. അത് ഒരിക്കലും സമൂഹത്തിന് ഒരു കലാകാരൻ ഇത് ചെയ്തത് കൊണ്ട് വലിയൊരു കലാകാരനായി എന്ന തെറ്റായ സന്ദേശം കൊടുക്കുകയാണെങ്കിൽ ഹീസ് എ ഫെയിലിയർ, ടു ബി വെരി ഓണസ്റ്റ്. അത് മാത്രമല്ല നമ്മുടെ എത്ര നന്നായിട്ട് പെർഫോം ചെയ്ത് ഒന്നും വേണ്ട. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു മുമ്പ് അല്ലേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ ഇന്ന് വരെ മദ്യം കഴിച്ചിട്ടില്ല, പുകവലിക്കാറില്ല, ഒരു ഡ്രഗ്സ്, നോട്ട് വെദർ ഇറ്റ് ഇസ് സിന്തറ്റിക് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ് ആൻഡ് ഹാപ്പി അബൌട്ട് ഇറ്റ്. അത് മാത്രമല്ല, ഇത് പറഞ്ഞ മറ്റൊരു വലിയ കാര്യം കൂടി പറയുകയാണ്. അതായത് റഹ്മാൻ സാർ പറഞ്ഞ ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറ്റിമറിച്ച ഒരു സംഗീത സംവിധായകൻ, ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഇളയരാജയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇളയരാജയാണ് മദ്യവും പുകവലിയും ഇല്ലാതെ ഒരു സംഗീത സംവിധായകന് സംഗീതം സൃഷ്ടിക്കാൻ സാധിക്കും, അതായത് ഏറ്റവും ഉദാത്തമായ സംഗീതം നൽകാൻ സാധിക്കും എന്നുള്ള മെസ്സേജ് നമുക്ക് തന്ന മ്യൂസീഷ്യൻ. അത് വളരെ ട്രൂ ആണ്. അപ്പോൾ അവർ തന്നതിലും ഗ്രേറ്റ് ആയിട്ട് എൻ്റെ അറിവിൽ ഇന്നത്തെ ജനറേഷനിൽ രാജാ സാറും റഹ്മാൻ സാറും തന്നതിലും ഗ്രേറ്റ് ആയിട്ടൊരു മ്യൂസിക്കൽ കോൺട്രിബ്യൂഷൻ തന്നിട്ടുള്ള ഒരൊറ്റ മ്യൂസീഷ്യൻ ആസ് ഓഫ് നൗ ഇല്ല. അപ്പോൾ അവർ തന്നെ വെൻ ദേ ആർ ഡ്രഗ് ഫ്രീ ആൻഡ് ആൽക്കഹോൾ ഫ്രീ, യു ഡോണ്ട് ഹാവ് എൻ എക്സ്ക്യൂസ് ടു സേ ഞാൻ അത് കഴിച്ചാലേ എനിക്കിത് വരുള്ളൂ എന്ന് പറയാൻ ഒരു അധികാരവുമില്ല. ആൻഡ് ഇറ്റ് ഈസ് എ പ്യുവർ എക്സ്ക്യൂസ്. അതായത് യഥാർത്ഥ സംഗീതജ്ഞന് മ്യൂസിക് ഇസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഇൻടോക്സിക്കേഷൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ബിക്കോസ് അങ്ങീ പറഞ്ഞ പോലെ ഇപ്പോൾ മഴ പെയ്യാണ്. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. മുകിലിനങ്ങൾ അലകിറതേ മുഖവരികൾ തൊലൈന്തനവോ മുഖവരികൾ തവറിയതാൽ അഴുതിടുമോ അത് മഴയോ. അതായത് വൈരമുത്തു എഴുതിയത് അലഞ്ഞു തിരിഞ്ഞ്, അതായത് എനിക്ക് എവിടെ പോകണം എന്ന് അറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മേഘത്തിന്റെ കണ്ണീരാണോ മഴ എന്നാണ് അവിടെ വൈരമുത്തു എഴുതുന്നത്. അപ്പോൾ അതിലും അതിലും വലിയൊരു ഇൻടോക്സിക്കേഷൻ എനിക്ക് തോന്നുന്നില്ല ഒരു സിന്തറ്റിക് ഡ്രഗിനും തരാൻ പറ്റും. അതാണ് യഥാർത്ഥ ലഹരി. ഇഫ് യു വൺസ് യു റിയലൈസ് ഇറ്റ്. പിന്നെ ഇവര് ഈ സോ കോൾഡ് റാപ്പേഴ്സ് പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത്, അവർക്ക് വരികൾ സൃഷ്ടിക്കാൻ വളരെ തീക്ഷ്ണമായ അവരുടെ അനുഭവങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ഇതൊരു മീഡിയം ആണെന്ന് പറയപ്പെടുന്നു. ഫൈൻ, സർട്ടൻ തിങ്സ് നമുക്ക് ഒരിക്കലും കമന്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ നിങ്ങൾ അത് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ ഒരിക്കലും നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഒരു മെസ്സേജ് നൽകരുത്. ഇന്ന ആള് ഇത് ഉപയോഗിച്ചിട്ടാണ് പാട്ട് പാടുന്നത് എന്ന തെറ്റായ ഒരു ധാരണ അടുത്ത തലമുറയിലേക്ക് നൽകി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡൂയിങ് ഓൺലി എ നെഗറ്റീവ് തിങ് ടു ദെം. അതില്ലാതെ ചെയ്ത് ജീവിച്ച എത്രയോ വലിയ കലാകാരന്മാരുടെ നാടാണിത്. അതുകൊണ്ട് അത് ഇറ്റ്സ് നെവർ എൻ എക്സ്ക്യൂസ്. അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് എഗെയിൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് സമൂഹത്തിൽ പല രീതിയിലുള്ള ഒരിക്കലും ഒരു സമൂഹവും എല്ലാവരോടും ഫെയർ ആയിട്ട് ഇരുന്നിട്ടില്ല. പല കാലങ്ങളിൽ പല വ്യവസ്ഥിതിയിലൂടെയാണ് പല സമൂഹങ്ങളും കടന്നു പോകുന്നത്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കണം, അത് കലാകാരൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷേ ഈ പ്രതികരിക്കുന്ന ഭാഷയ്ക്ക് ഒരു ശുദ്ധി വേണം. അത് വളരെ ഒരു ഡിഗ്നിഫൈഡ് വേ ഓഫ് റെസ്പോണ്ടിങ് ആണ്. ഇപ്പോൾ നമ്മൾ എഗെയിൻ ഈ പറഞ്ഞ പോലെ എത്രയോ പോയറ്റ്സ്, ഇപ്പോൾ വയലാർ എഴുതിയിട്ടുണ്ട്, തമിഴിൽ കണ്ണദാസൻ എഴുതിയിട്ടുണ്ട്. ഇവരൊരിക്കലും ഒരു ബാഡ് വേർഡ് പോലും അല്ലെങ്കിൽ ഒരു തെറ്റായ വാക്ക് പോലും തങ്ങളുടെ അവർ തീർച്ചയായിട്ടും അതിതീക്ഷ്ണമായ വരികളിലൂടെ ജാതി വ്യവസ്ഥകളെയും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്ത് അനീതിയായാലും അവർക്ക് തോന്നിയിട്ടുള്ള ഭാഷയ്ക്ക് അവർ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഭാഷയ്ക്ക് ഒരു ശുദ്ധി ഉണ്ടായിരുന്നു. അതിനവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ തീവ്രാനുഭവങ്ങളെ എങ്ങനെയാണ് നമുക്ക് മധുരത്തിൽ ചാലിച്ച് അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. എങ്ങനെയാണ് അതിനെങ്ങനെയാണ് കാണുന്നത് അത്തരം വാക്കുകളെ? അതായത് ഇറ്റ്സ് അബൌട്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ എല്ലാവരും എവ്രിബഡി ഹാസ് ഗോൺ ത്രൂ സ്ട്രഗിൾ. എല്ലാ ആർട്ടിസ്റ്റും, ഈ ഞാൻ ലോഹിതദാസ് സാറിനെ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ ലോഹിത് സാർ പറഞ്ഞൊരു വാക്കുണ്ട്, അനൂപേ മനസ്സ് വിങ്ങി പൊട്ടി കരയുന്ന ഒരാൾക്ക് മാത്രമേ നല്ല ഒരു ജീവിതാനുഭവങ്ങളിലൂടെ മനസ്സ്
വിങ്ങിപ്പൊട്ടി കരയുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു കലാകാരനോ ആവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത്ര തീക്ഷ്ണതയുള്ള ഗാനമോ എന്തൊരു സൃഷ്ടിയോ നൽകാൻ പറ്റുമോ എന്നുള്ളത്. ഈ പറയുന്ന പോലെ ഈ സോ കോൾഡ് എന്താ ഇപ്പോൾ കോൺട്രവേഴ്സീസിൽ വരുന്ന ആർട്ടിസ്റ്റ് മാത്രമല്ല സ്ട്രഗിൾ ചെയ്യുന്നത്, ബാക്കി എത്രയോ കലാകാരന്മാർ എത്രയോ കാലങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ നീ പറഞ്ഞ പോലെ അവർ പ്രതികരിച്ച അല്ലെങ്കിൽ അവർ റെപ്രസെൻ്റ് ചെയ്ത മ്യൂസിക്കിനൊരു ശുദ്ധിയുണ്ട്, ഭാഷാശുദ്ധിയുണ്ട്. അപ്പോൾ ഇത് അഗെയിൻ ഇറ്റ്സ് അബൌട്ട് അവർ ചോയ്സ്. നമുക്ക് നമ്മളെ സൊസൈറ്റിക്ക് മുമ്പിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് തീരുമാനിക്കാം. കേവലം ഒരു നിമിഷത്തേക്കുള്ള ഒരു റഷിനപ്പുറത്തേക്ക് അത്തരം സംഗീതങ്ങൾ നിലനിൽക്കില്ല എന്നുള്ളത് എനിക്കത് ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പം എന്നെ എന്താ ഓൾഡ് സ്കൂൾ തോട്ടം എന്ത് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി നാം എന്ന് പാടുന്നത്, എന്നാ പാടുന്ന ഇമോഷൻ അല്ലെങ്കിൽ പാടുന്ന സുഖം നിർത്തല്ലേ എന്നാ പാട്ട്. അയ്യോ, ചെങ്കതളി കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോട് കിഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തോടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണ തൻ പൊൻതന്തിയ. ഇന്നലെ രാത്രി കനത്ത മഴയാണ് തൃശ്ശൂർ നഗരത്തിൽ പെയ്തത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ന് മഴ. ഇപ്പോൾ ചാറുന്നുണ്ട്. മാത്രമല്ല അനൂപിൽ നിന്ന് സംഗീതം ഇങ്ങനെ മഴയായി പെയ്തിറങ്ങുകയാണ്. അപ്പം ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വടക്കുംനാഥൻ്റെ അനുഗ്രഹമാണ്. മാത്രമല്ല നമുക്ക് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു സംഗീതജ്ഞനെ നമുക്ക് കിട്ടിയത് കൊണ്ട് ഈ യാത്ര വളരെ സുഖമായിട്ട് പോവുകയാണ് അല്ലേ. ഓക്കെ അനൂപ്, പിന്നെ ഞങ്ങളുടെ ഈ പൂരം കവറേജ് അപ്പം ഞങ്ങൾ ആലോചിച്ചു, എപ്പോഴും ക്ലീഷേഡായിട്ടുള്ള കുറേ ടൈറ്റിലുകളുണ്ടല്ലോ. അപ്പോഴാണ് നമ്മുടെ ന്യൂസ് എഡിറ്റർ കൂടിയായിട്ടുള്ള കൃഷ്ണരാജ് പുള്ളി ഒരു പേര് സജസ്റ്റ് ചെയ്തു, കാന്ത ഞാനും വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പൂരത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കുമ്പോൾ അല്ലേ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പാട്ട് അതുകൂടിയല്ലേ അല്ലേ? തീർച്ചയായിട്ടും. അതായത് പൂരത്തെക്കുറിച്ച് ഏറ്റവും കാലാതീതമായ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അതിനും മനോഹരമായി വർണ്ണിക്കാൻ ഒരു വരി നമുക്കില്ല. എന്നും പൂരത്തിനെ കുറിച്ച് ആദ്യം ഓർമ്മയിൽ വരുന്ന കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, കാന്ത ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. യഥാർത്ഥത്തിൽ ഒരു പൂരം കാണാനെത്തുന്ന കുട്ടിയുടെ കൗതുകമാണ് ഈ വരികളെല്ലാം ഉള്ളത്. ഈ പൂരത്തിനുള്ള ഇത് തുടർന്നുള്ള വരികളിലുണ്ട്, തിമലയിൽ എനിക്കൊന്ന് കൊട്ടണം, ആനപ്പുറത്തൊന്ന് ഏറണം, വെടിക്കെട്ട് എനിക്കൊന്ന് കാണണം. അപ്പോൾ പൂരത്തിൻ്റെ ചെറിയൊരു റിവ്യൂ മാത്രമാണ് അതൊരു മുതിർന്ന ആള് ഒരു കുട്ടിക്ക് കൊടുക്കുകയാണ് എന്തൊക്കെയാണ് പൂരം കാണാം. അപ്പോൾ എനിക്കിതെല്ലാം കാണണമെന്ന് പറയുന്ന ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള വരികളാണ് ഈ ഒരു വരി. ഇത് ആരാ എഴുതിയത് അറിയോ? അത് രചനയെ കുറിച്ച് ധാരണയില്ല ചേട്ടാ, ടു ബി ഓണസ്റ്റ്. സ്കൂൾ ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ഗാന പദ്ധതി നോക്കുകയാണെങ്കിൽ എനിക്കൊരു കാവലാം സാറിൻ്റെ സ്കൂളിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ രചനയെക്കുറിച്ച് അറിവില്ല. അതെ, ആരെങ്കിലും അത്, കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ എന്ത് നമ്മുടെ സംശയം പറഞ്ഞാലും അത് നിവാരണം ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ ഇതൊന്ന് നമുക്ക് അന്വേഷിക്കണം. കാന്ത ആരെങ്കിലും ഈ പാട്ടിൻ്റെ കവി ആരാണെന്നുണ്ടെങ്കിൽ അറിയുമെങ്കിൽ താഴെ യൂട്യൂബിലുണ്ടാവും, കമന്റ് ചെയ്യുക. അനുപേട്ട, ഈ ഇത്രയും വർഷങ്ങളായിട്ട് കുട്ടിക്കാലം മുതലേ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടല്ലോ. ഞാൻ ഒരു സംഗീതപ്രേമി എന്നുള്ള നിലയ്ക്ക് ചോദിക്കുമ്പോൾ
പൂരത്തിൻ്റെ യഥാർത്ഥ സംഗീതം എന്താണ്? നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചടങ്ങുകളാണ് ഇഷ്ടം. പഞ്ചവാദ്യമുണ്ട്, മേളമുണ്ട്, പാണ്ടിയുണ്ട്, ത്രിപുടയുണ്ട്, വടക്കുന്ന പാറമേക്കാവ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുമ്പോഴുള്ള ചെമ്പടയുണ്ട്. ഓരോരുത്തർക്കും ഓരോ വിഭാഗങ്ങളാണ് ഏറ്റവും ഇഷ്ടം. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചടങ്ങ് ഏതാണ് എന്ന് മാത്രമല്ല, പൂരത്തിൻ്റെ ആകെ മൊത്തം ഒരു സംഗീതം എന്താണ്? പൂരം സത്യം പറയുകയാണെങ്കിൽ അത് മേളത്തിൽ അധിഷ്ഠിതമാണ്. അതിൻ്റെ ഒരു സംഗീതം എന്ന് പറയുന്നതിനേക്കാളും ഉപരി മേളമാണ്. അതായത് പലതരത്തിലുള്ള മേളങ്ങളാണ് പൂരത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത് സിംഫണി, ദ റിത്തമിക് സിംഫണി എന്നാണ് പറയപ്പെടുന്നത്. അതായത് ലോകമെമ്പാടുമുള്ള റിത്തം ആർട്ടിസ്റ്റ് അത്ര അത്ഭുതത്തോടെ കാണുന്ന ഒരു ഇതാണ്. ആൻഡ് ഓഫ് കോഴ്സ് മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ രൂപം നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ ഒരുപാട് ശൈലികളുള്ള ഒരു റിത്തമാണ്. പിന്നെ ഇപ്പോൾ ഒരു സംഗീത രൂപം എന്ന് നമുക്ക് പൂരത്തിന് കൺസീവ് ചെയ്യാൻ പറ്റില്ല, ടു ബി ഓണസ്റ്റ്. പൂരത്തിൻ്റെ ഒരു താളം എന്ന് പറയുന്നത് മേളമാണ്. കേരളത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ മേള വാദ്യ കലാകാരന്മാർ വരുന്ന സ്ഥലമാണ്. ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ താളമുള്ള ആരായാലും, ഇത് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരാളായി പോലും ഇവിടെ വരുമ്പോൾ കൈകൾ വായുവിൽ അമരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. അതാണ് പൂരത്തിൻ്റെ മേളത്തിൻ്റെ ഗ്രേറ്റ്നെസ്. പിന്നെ ഈ പൂരത്തിൻ്റെ സംഗീതം എന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റാവുന്നത്, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മനോഹരമായ ഭക്തിഗാനങ്ങൾ പിറന്നിട്ടുള്ള ശാഖ എന്ന് പറയുന്ന മലയാളമാണ്, ടു ബി ഓണസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറിൻ്റെ പാടി ഇപ്പോൾ ഒരു വെങ്കടേശ്വര സുപ്രഭാതം എങ്ങനെയാണോ തമിഴ്നാട്ടിൽ പ്ലേ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെയും മുരുകൻ്റെ കുറേ ഭക്തിഗാനങ്ങൾ, അതുപോലെ നമുക്കും നമ്മുടേതായ ഒരു നമ്മുടെ വളർച്ചയുടെ അല്ലെങ്കിൽ ഓർമ്മയുടെ കുട്ടിക്കാലത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ക്ഷേത്രം. ഗ്രാമത്തിൽ താമസിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഒരു ഇപ്പോൾ 40കളിലുള്ളവർക്ക് അല്ലെങ്കിൽ പ്രോബ്ലി ലേറ്റ് 30s, അതെ, അതായത് ഈ ലൗഡ് സ്പീക്കറിലൂടെ കേട്ട് എഴുന്നേൽക്കുന്ന ഒരു ശീലമുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ. അത് ജാതിക്കും മതത്തിനപ്പുറമായിട്ട് നമ്മൾ കേട്ട് വളർന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അതാ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഗംഗാതീർത്ഥമോ പുഷ്പാഞ്ജലിയോ എവിടെ പാടിയാൽ അത് ഒരു ജാതി മതത്തിനപ്പുറം അത് നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അങ്ങനെ കുറേ പാട്ടുകളിലൂടെ, അതായത് എപ്പോഴും നമ്മുടെ സംഗീതം എന്ന് പറയുന്നത് ഒരു ഈ നൊസ്റ്റാൾജിക് എലമെൻ്റ് ആണ്. ഈ പൂരക്കാലത്ത് ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയാം, എൻ്റെ പൂരം ഓർമ്മകളിൽ ഞാൻ പൂരത്തിന് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ട് വളർന്നിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ നൊസ്റ്റാൾജിയയിൽപ്പെട്ടുള്ള പാട്ടാണ് ഈ പ്രദക്ഷിണ വീഥികൾ ഇടറിവിണ്ട പാതകൾ എന്നും ഹൃദയ സംഗമത്തിൻ ശിവേലികൾ തൊഴുതു അന്നു കണ്ട നീയാരോ ഇന്നു കണ്ട നീയാരോ എല്ലാം കാലത്തിൻ ഇന്ദ്രജാലങ്ങൾ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. ഈ പാട്ട് പൂരമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള പാട്ടല്ല, പക്ഷെ പൂരത്തെക്കുറിച്ച് നമ്മുടെ ഓർമ്മ വരുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന പാട്ടുകളൊന്നാണ്. അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. അപ്പോ അനൂപിനെ പിടിക്കാൻ വേണ്ടി എന്റെ പഴയ സഹപ്രവർത്തകര് അവിടെ നിൽക്കുക. തീർച്ചയായിട്ടും നാടിനൊത്ത നടുവില് പച്ചക്കൊട പിടിക്കണ കാട് വട്ടത്തില് കൂടുവാനവിടവുമുണ്ടൊരു പാട് തേക്കിൻ കാടെന്ന് പറഞ്ഞു പോരണ പേര് കൂടണമെങ്കിൽ കൂടണം ഗടി തൃശിവ പേരൂര് പൂരങ്ങടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട് ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര് ഇപ്പറഞ്ഞ നാടിനു കരയേഴുമുട്ടുക്ക് പേര് കാണണമെങ്കിൽ കാണണം ഗടി തൃശിവ പേരൂര്. ഇത് പാടുമ്പോൾ ജേട്ടനെ കൂടി മനസ്സിലോർക്കുകയാണ്. അനൂപ്, താങ്ക് യു വെരി മച്ച്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല അനൂപ്, സത്യം പറയാലോ. വെൽ ബിഗൺ എന്ന് പറഞ്ഞ പോലെ അല്ലെ, നമ്മുടെ ജോലി ഏകദേശം തീർന്നു. എന്തായാലും സന്തോഷം, വലിയ സന്തോഷം. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒന്ന് അനൂപിന്റെ കൂടെ ഇരിക്കാൻ, അതുപോലെ ഈ സംഗീതം അതിനെക്കുറിച്ച് സംസാരിക്കുക, കാണണം ഇനി തീർച്ചയായിട്ടും.
ജനം ടി വിക്ക് എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ മഴയൊക്കെ മാറി നമ്മൾ പൂരം ഉഷാറാക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.